ഷിയാലി അഷ്റഫ് 2 വിക്കറ്റുകൾ വീണു. കൂടുതൽ വിക്കറ്റുകൾ വീഴുമോ? സാംസ്കാരികമായി ഔന്നത്യം പുലർത്തേണ്ടവ റേപ്പിസ്റ്റുകളായി മാറുന്ന കാഴ്ച, താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ തന്നെ ഞരമ്പ് രോഗികളായി മാറുമ്പോൾ സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിക്ക് ഫലപ്രദമായ ചികിത്സ ആരിൽ നിന്ന് പ്രതീക്ഷിക്കാം? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ പിന്നിലുള്ളൊരു കഥയുണ്ട്. ഒരു വേദനയുടെ കഥ, ഒരു കഥന കഥ. അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെട്ട ആ അതിജീവിത അവൾ പോരാടിയ പോരാട്ടം, തളരാതെ പോരാടിയ, ഊർജത്തോടെ പോരാടിയ പോരാട്ടത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒപ്പം ഒരു 6 പെൺകുട്ടികൾ ഇപ്പോൾ നിലവിളിയോടെ നിൽക്കുന്നു, കരയുന്ന, തൊണ്ടയിടറിക്കൊണ്ട് വേദനപൂർവമായ ഹൃദയത്തോടു കൂടി അവർ പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കുകയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ആകെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എംബിആർ സാർ പറഞ്ഞതുപോലെ, അതായത് ഈ ഉന്നതർ തന്നെ ഇതിനകത്ത് ആദ്യം വലയിൽ വീണ് അവരെ ഏതാണ്ട് പിടികൂടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പറഞ്ഞത്. ഇങ്ങനെ പോയാൽ ഈ സിനിമയിൽ സാധാരണ തുടങ്ങുമ്പോൾ കുറേ കാർഡുകൾ കാണിക്കും, ഞങ്ങൾ ഈ മൃഗങ്ങളെയൊന്നും ഉപദ്രവിച്ചിട്ടില്ല ഈ പടത്തിൽ എന്ന് പറഞ്ഞ പോലെ ഈ ചിത്രത്തിൽ ഇതിൻ്റെ നിർമ്മാതാക്കളോ സംവിധായകരോ നടന്മാരോ ആരും ഇതിൽ അഭിനയിച്ച ഒരു സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല എന്ന് കാർഡ് കാണിക്കേണ്ട ഒരു നിലയിലൊക്കെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കൂടാതെ ഇവരുടെ ഇപ്പോൾ ഈ അമ്മ പോലുള്ള സംഘടനയിൽ മിക്കവാറും പലരും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഈ 15 അംഗ സംഘങ്ങളും പവർ ഗ്രൂപ്പും ഒക്കെ വരുന്നത്. ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ അമ്മയുടെ ഈ പോക്ക് പോയാൽ അമ്മയുടെ എക്സിക്യൂട്ടീവൊക്കെ ചിലപ്പോൾ ജയിലിൽ വെച്ചെല്ലാം കൂടേണ്ടി വരുന്ന സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഗവൺമെൻറ് ഇനിയും ഈ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ, ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, പക്ഷെ അതൊരു വഞ്ചനയാവരുത്. ഈ 4 വർഷം പൂഴ്ത്തി വെച്ചിട്ട് അത് മറച്ച് വെച്ചിട്ട് ഇരകളെ വേട്ടക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരെ ഇതെല്ലാം കുഴിച്ചു മൂടാനുള്ള ശ്രമം നടന്നിരുന്നെന്നുള്ളത് ഒരു സത്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ജനങ്ങളുടെ പൊതുസമൂഹം ഉണർന്നുകൊണ്ടും അവരുടെ ഇതിൻ്റെ ഈ ഭരണകക്ഷികളോട് ഭരണ നേതൃത്വത്തോട് എതിർപ്പ് വന്നതോടുകൂടി, അത് പ്രത്യേകിച്ച് നമ്മുടെ സാംസ്കാരിക മന്ത്രി അദ്ദേഹമൊക്കെ ഇത് വളരെ ബാലിശമായ വാക്കുകൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു, ശാസിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാലും അവരൊക്കെ എടുത്ത നിലപാടുകളെല്ലാം ജനരോക്ഷത്തിൻ്റെ മുമ്പിൽ മാറ്റിമറിക്കേണ്ടി വന്നു. അവരെല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം മാറ്റി ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അതും ഒരു പുകമറയാവരുത്. നിർബന്ധമായിട്ടും ഈ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള കുറ്റവാളികളെ ഒരു ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കണം, അവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം. എന്തിനാണ്, ഞാൻ ചോദിക്കട്ടെ, ഇത് മറച്ചു വെക്കുന്നത്? ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഇരകൾക്ക് മാത്രമുള്ളതാണ്, അത് വേട്ടക്കാരനുള്ളതല്ല ഒരിക്കലും. ഇതിപ്പോൾ ഇവിടെ കൊടുക്കുന്ന സ്വകാര്യത, വേട്ടക്കാർക്ക് സ്വകാര്യത കൊടുക്കുന്ന ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ വന്നാൽ, ഞാനിതുപോലെ പറയുന്നു, പണ്ട് MGRൻ്റെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിനിമാക്കാരനാണ്, അന്ന് സുമൻ എന്ന് പറയുന്ന ഒരു നടൻ, ഒരു പെൺകുട്ടി, അന്ന് വീഡിയോ ഒന്നുമില്ല, ഈ 16mm ഫിലിമിൽ ഒരു പെൺകുട്ടിയുടെ നഗ്നത എന്തോ എടുത്ത ശേഷം അത് അയാൾ വേറെ ആർക്കൊക്കെ ഇട്ടുകൊടുത്തു, കാണിപ്പിച്ചു. അത് പരാതി MGRൻ്റെ മുമ്പിൽ വരികയാണ് ഈ സംഭവം. MGR ഒരു ദാക്ഷിണ്യമില്ല, സിനിമാക്കാരനാണ്. അന്ന് സുമൻ കത്തി നിൽക്കുന്ന സമയമാണ് തമിഴ്നാട്ടിൽ. പിടിച്ചകത്തിടാൻ പറഞ്ഞു, പിടിച്ചകത്തിട്ട് 8-10 വർഷത്തെ ശിക്ഷയും കിട്ടി. മാത്രമല്ല MGR ഒരു നിർദ്ദേശം കൂടെ കൊടുത്തു രഹസ്യമായിട്ട്, ഇവന് 4 പെട കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ നിരന്തര പീഡനത്തിന് അവൻ വിധേയനാവുകയും ചെയ്തു. കാരണം അത്രയും ഇച്ഛാശക്തിയുള്ളത്. അവിടെ പിന്നീടൊന്നും അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല നടന്മാരിൽ നിന്നും. നമുക്ക് ഓരോന്ന് ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ ത്യാഗരാജ ഭാഗവതരുടെ കാര്യം തുടങ്ങുന്ന ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ലോകം കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം. നടന്നു പോകുന്ന വഴികളിൽ മണ്ണ് വരെ എടുത്ത ആളുകൾ സൂക്ഷിക്കുമായിരുന്നു. അത്രയും ആരാധന ഇന്നും ഒരു 10 രജനീകാന്ത് കൂടെ ചേർന്നാൽ പോലും കിട്ടത്തില്ലെന്നാണ് തമിഴ്നാട് പറയുന്നത് ഇപ്പോഴും. അതുപോലത്തെ ഒരാളുടെ അവസാന അനുഭവം തന്നെ, ഒരു കേസിൽപ്പെട്ടു, ശിക്ഷ അനുഭവിച്ചു. അതല്ല ഞാൻ പറയുന്ന, ഇച്ഛാശക്തിയുള്ള നേതൃത്വം ഭരണകർത്താക്കൾ വന്നാൽ ഉരുക്ക് മുഷ്ടി കൊണ്ട് അടിച്ചമർത്താൻ പറ്റും. ഇതൊക്കെ നിർത്താൻ പറ്റും, നിസ്സാരമായിട്ട് നിർത്താൻ പറ്റും. പക്ഷേ അവരുടെ കൂടെ നിന്ന് ഈ ക്രൂരത കാണിക്കുന്നവരോടൊപ്പം നിൽക്കുമ്പോഴാണ് ജനമെല്ലാം എതിരാവുന്നത്. നിങ്ങൾ ആലോചിക്കണം. അല്ലാണ്ട് ഇപ്പോൾ ലൈംഗികത, സെക്സ്, മറ്റത് മറിച്ചതൊക്കെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ലളിതമായ രീതിയിൽ പോകുന്നുണ്ട് കാര്യങ്ങൾ, അതല്ല. പക്ഷേ
ഇവരുടെ ഒരു ക്രൂര മുഖമുണ്ട്. സ്ത്രീകളെ ഉപദ്രവിക്കുക, അവരുടെ കണ്ണീര് കാണുക. ശ്രീ അഷ്റഫ്, അതാണ് അതിക്രൂരമായി ഇടപെടുക എന്നുള്ളത്. കാരണം ഇവരൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുന്നു.